ഇന്നലെ ഞങ്ങൾ ഒരു 3 മണിക്ക് ഇറങ്ങി വെള്ളത്തിൽ അവിടെ തേടുന്ന സമയത്തിൽ നമുക്കൊരു ജാക്ക് പിന്നെ ഒരു ബെൻസ് വണ്ടിൻ്റെ പിന്നെ 2 കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് 9:30-10 മണിക്ക് ഞങ്ങൾ തുടങ്ങും ഒരു 3 ടയറായിട്ട്. തുടങ്ങിയ സമയത്തിൽ ആ വെള്ളത്തിൽ ഇന്നലെ കാണിച്ചിട്ട് ഞങ്ങൾ ഒരു വണ്ടിൻ്റെ ഭാഗം എവിടെ ജാക്ക് കിട്ടി ആ സ്ഥലത്തിൽ ജാസ്തി ഞങ്ങൾ കണ്ടുപിടിക്കും. അതല്ലാതെ പിന്നെ ഇവിടെയുള്ള ആള് ജഗന്നാഥ് പിന്നെ ലോകേഷ് ആ വണ്ടിയിലെ അടിയിലെ ഭാഗത്തിൽ, അതല്ലാതെ നമ്മ കേരളത്തെ വീട്ടിലെ ആൾ അർജുൻ ആ വണ്ടിയിലെ ഉള്ളു ആ വണ്ടിയിൽ എടുത്തിട്ട് പിന്നെ അർജുനെ എടുക്കുന്ന ഒരു നമ്മൾ കേന്ദ്രബിന്ദു വേലയാക്കുന്നു. ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ അവിടെ വെള്ളത്തിലിറങ്ങി തെരച്ചിൽ നടത്തി. ഇന്നിപ്പോ പകൽ സമയത്താവുമ്പോൾ വിസിബിലിറ്റി, വെള്ളത്തിനടിയിലുള്ള വിസിബിലിറ്റി കൂടും. ഇപ്പൊ മധ്യാഹ്നം ഇപ്പോൾ ഒരു നല്ലതായിട്ട് വെയിലുണ്ടെങ്കിൽ ഒരുപാട് കാണണോ, നമുക്ക് കാണാൻ ഒത്തിരി ബുദ്ധിമുട്ടില്ല. ആ സമയത്തിൽ ഞങ്ങളിപ്പോൾ ഒരു 9:30-10 മണിക്ക് തുടങ്ങിയ മഴ കമ്മിയുണ്ട്, തണ്ണി വെള്ളം നമുക്കൊരു വേല എങ്ങനെ ചെയ്യാം ആ സമയത്തിൽ നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ കീഴെ പോയിട്ട് ഇറങ്ങിയിട്ട് ആ എല്ലാ സ്ഥലത്തിലും ഒരു 100 ഫീറ്റ് ദൂരത്തിൽ എല്ലാത്തിലും ഞങ്ങൾ നോക്കി ഇപ്പോൾ എന്നാ ഉണ്ടെങ്കിൽ കീഴെ കണ്ടുപിടിക്കും. അവിടെ ഈ മണ്ണൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ മരം, മണ്ണ്, വാഹനത്തിന്റെ മറ്റു ഭാഗങ്ങൾ അവിടുത്തെ നിലവിലുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ് ഇന്നലെ നോക്കിയപ്പോൾ? ഇന്നലെ പറഞ്ഞ മുറിഞ്ഞ് 10 നാൾ 28 ദിവസത്തിൽ ആ വെള്ളം ഒരുപാട് സ്പീഡിൽ പോയിട്ട് അവിടെയുള്ള കളക്കെല്ലാം പോയിട്ടുണ്ട്. അവിടെ കീഴെയുള്ള ഇപ്പൊ 28 ദിവസത്തെ അവിടെ മണ്ണ് എല്ലാം പോയിട്ട് അവിടെ ക്ലീനായി. ഇപ്പൊ അവിടെ കല്ലെല്ലാം ക്ലീൻ ഉണ്ട്, ഇപ്പൊ കാണാനുള്ള സുഖമായിട്ടുണ്ട്. അതിനെ ഇപ്പൊ ഞങ്ങൾ പോയിട്ട് ഇപ്പൊ തുടങ്ങും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും വലിയ ഒഴുക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒഴുക്കിൽ അവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ ഒലിച്ചുപോയി, പാറക്കല്ലടക്കം വളരെ കൃത്യമായി കാണാവുന്നു. അതുപോലെ ഉച്ച സമയത്താണ് ഈ തെരച്ചിൽ നടത്തുന്നതെങ്കിൽ കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാവും. ഇന്നലെ വാഹനത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെ ഇന്ന് പരിശോധന നടത്തും. കൂടുതൽ പ്രതീക്ഷയാണ് ഇന്ന് ഈശ്വർ മൽപ്പയും ആ സംഘവും വെച്ചു പുലർത്തുന്നത്. 9:30-10 മണിയോടുകൂടി ഇപ്പോൾ തെരച്ചിൽ നടത്താം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാണ്, ജലനിരപ്പ് നന്നായി താഴ്ന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഉച്ച സമയത്താണെങ്കിൽ നല്ല വിസിബിലിറ്റി വെള്ളത്തിനകത്തുണ്ടാവും. അവിടെ നല്ല ഒഴുക്ക് നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് മണ്ണ് മുഴുവനും മാറി ഇപ്പോൾ പാറക്കല്ലൊക്കെ അവിടെയുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയിൽ കാണുന്നു എന്നാണ് ഈശ്വർ മൽപ്പ പറഞ്ഞത്. വലിയ പ്രതീക്ഷ ഈശ്വർ മൽപ്പ വെച്ചു പുലർത്തുന്നുണ്ട്.